ഹലോ ഫ്രണ്ട്സ്, ട്രിപ്പിൾ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്ട് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം പറയുക. ഞാൻ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ എനർജി അവരിൽ അഗ്നി പോലെ കത്തിജ്വലിക്കുന്നു. എന്താണ് നോക്കിയാലോ? Strength, 6 of Cups, 2 of Cups, Hermit, 5 of Cups, Magician, Ace of Cups, 2 of Pentacles, Empress, 4 of Pentacles, 4 of Swords, Queen of Swords, 9 of Cups, Devil, 6 of Swords, World card, 10 of Cups, bottom, Knight of Wands. അപ്പം ഫസ്റ്റ് തന്നെ സ്ട്രെങ്ത് ആണ്. എന്താണ് അത്രയും നമ്മളുടെ ടോപ്പിക് എന്താ? നിങ്ങളുടെ എനർജി അവർ അഗ്നി പോലെ കത്തിജ്വലിക്കുന്നു. നിങ്ങളുടെ എനർജി നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റലായിട്ട് ഇവിടെ കാണുന്നുണ്ട്. സെപ്പറേറ്റലായാലും ആ വ്യക്തിനെ നിങ്ങളുടെ എനർജി കത്തിജ്വലിക്കുന്നു. നിങ്ങളുടെ എനർജി ആ വ്യക്തിക്ക് ഓർമ്മിക്കാതിരിക്കുന്നു. നീ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പോയ വ്യക്തിയായിരിക്കാം. പക്ഷെ ആ വ്യക്തിയുടെ നിങ്ങളുടെ എനർജി അങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ലാത്ത അങ്ങനെ നിങ്ങളുടെ എനർജിയിലാ കത്തിജ്വലിക്കുകയാണ്. അപ്പോൾ സ്ട്രെങ്ത് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ആ വ്യക്തിയുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആരാ? ആ വ്യക്തിയുടെ സ്ട്രെങ്ത് നിങ്ങളാണ്. നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തി ഒന്നുമില്ല. ആ വ്യക്തിക്ക് ശക്തിയില്ല. അതാണ് ഫസ്റ്റ് കാർഡ് തന്നെ സ്ട്രെങ്ത് കിട്ടിയത്. ആ വ്യക്തിക്ക് ഒരു ധൈര്യവും എന്താണ്, ആ വ്യക്തിക്കൊരു നിയന്ത്രണം, ഒരു കാട്ടിലെ സിംഹത്തിനെ പോലെ ഉണ്ടായിരുന്ന നിങ്ങളെ നിയന്ത്രിച്ച് സ്നേഹം കൊണ്ട് മെരുക്കി നിയന്ത്രിച്ച് നിർത്തുന്നത് ആരാ? ആ വ്യക്തിയുടെ നിങ്ങൾ തന്നെയാണ്. അതാണ് ആ വ്യക്തിക്ക് ഒരു ആന്തരികമായ ഒരു ശക്തി വരുന്നത്, ഒരു എന്തിനോ ഇറങ്ങിപ്പെടാൻ ഒരു ആത്മവിശ്വാസം വരുന്നത് എല്ലാം നിങ്ങളാണ്. ആ വ്യക്തിയുടെ ശക്തി, നിങ്ങളുടെ എനർജിയാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ അങ്ങനെ കത്തിജ്വലിക്കുക ചെയ്യുന്നത്. പിന്നെ സെപ്പറേറ്റ് ആയാലും ആ എനർജി കത്തിജ്വലിച്ചു കൊണ്ടേയിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. നിങ്ങൾ കൊടുത്ത ആ ഒരു മാനസികമായ ധൈര്യം ആ വ്യക്തിക്ക്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത്, നിങ്ങളോട് ആ സ്ട്രെങ്ത്, നിങ്ങൾ തമ്മിലുള്ള ആ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത്രയും ആഴത്തിലുള്ള അവരുടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇമോഷൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ആർക്കും തകർക്കാൻ കഴിയില്ല. അത്രക്ക് സ്ട്രോങ് ആണ്. മറ്റാർക്കും അത് തകർക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾ ആ വ്യക്തിനെ, പൊട്ടിത്തെറിക്കുന്ന വ്യക്തിയെ സ്നേഹം കൊടുത്ത് മെരുക്കി മറ്റെല്ലാവരുടെ അടുക്കും പോയിട്ട് പൊട്ടിത്തെറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങളെടുക്കാൻ എന്താ പൂച്ചക്കുട്ടിയെ പോലെ നിർത്തിക്കാൻ നിങ്ങൾക്കറിയാം. സ്നേഹം കൊണ്ട് പൂച്ചക്കുട്ടിയാണ് നിങ്ങൾ എടുക്കാന്ന് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് കപ്പാണ്. എന്താ 6 ഓഫ് കപ്പ്? എൻ്റെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ആ പഴയ ഓർമ്മകൾ നിങ്ങളുമായിട്ട് കഴിഞ്ഞ ആ നല്ല നിമിഷങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. 6 ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. അതുകൊണ്ടാണ് കത്തിജ്വലിക്കുന്നത്. വെറുതെ ഒന്നും കത്തിജ്വലിക്കൂല അല്ലേ? തമ്മിൽ അടിച്ചു പിരിഞ്ഞാൽ കത്തിജ്വലിക്കും എല്ലാവർക്കും. അതൊന്നും കത്തിജ്വലിക്കൂല. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങളുടെ എനർജി അവരിൽ ഇങ്ങനെ അഗ്നി പോലെ കത്തിജ്വലിക്കുന്നത്? എന്താണ്? ഇതാണ് 6 ഓഫ് കപ്പാണ്. അതുകൊണ്ടാണ് കേട്ടോ അത്രയും നിങ്ങളുടെ ആ ഓർമ്മകൾ മനസ്സിൽ നിന്ന് മായുന്നില്ല. അത് തന്നെ ഓർമ്മ വരിക. നെക്സ്റ്റ് കാർഡ് അതിന് തൊട്ടുകൊണ്ട് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് കപ്പാണ്. അതുകൊണ്ടാണ് അത്രയും മിററിംഗ് ആണ് നിങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്ങും
ഇതുകൊണ്ടാണ് കത്തിജ്വലിക്കുന്നത്. അത്രയും സന്തോഷകരമായ ഓർമ്മകളാണ് രണ്ടുപേരും. ഒരുപോലത്തെ സ്നേഹം രണ്ടുപേർക്കും. ഒരാൾ എന്താണോ കൊടുക്കുന്നത് ഒരുപോലത്തെ സ്നേഹം, അടിത്തറയുള്ള ഒരു സ്നേഹം, സോൾമേറ്റ്, ഡിവൈൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബന്ധമാണ്. അത്രയും ഇമോഷണലി നിങ്ങൾ തമ്മിൽ കണക്ട് ആണ്. അതുകൊണ്ടാണ് ആ കത്തിജ്വലിക്കുന്നത് കേട്ടോ. തുല്യമായ സ്നേഹമാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. കൊടുത്ത സ്നേഹം തിരിച്ച് ഡബിളാക്കി തിരിച്ചു കൊടുക്കും രണ്ടുപേരും. എൻ്റെ പാതിയായിട്ടാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത്. എൻ്റെ ട്വിൻ ഫ്ലെയിമാണ്. അത്രയും ധൈര്യം ആ വ്യക്തിക്ക്, ഒരു ധൈര്യമാണ് നിങ്ങൾ തമ്മിൽ ചേരുമ്പോൾ കിട്ടുന്നത്. ധൈര്യം, ആത്മവിശ്വാസം. രണ്ടുപേരിലും അട്രാക്റ്റീവാണ്. അത്രക്ക് അട്രാക്റ്റീവാണ്. നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ പറ്റുള്ളൂ. വേറെ ആർക്കും നിങ്ങൾക്ക് പകരം ആവില്ല. അതാണ് അത്രയും ഒരു സോൾ കോൺട്രാക്ട് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ. പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഈ ബന്ധത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. ആര് തകർക്കാൻ ശ്രമിച്ചാലും വീണ്ടും പവറോടുകൂടെ തീജ്വാല പോലെ ഒന്നു ചേരും. അതാണ് രണ്ടുപേരും ഒരുപോലെ. എത്ര നിങ്ങളെ സെപ്പറേറ്റ് ആയിക്കൊണ്ടായാലും നിങ്ങൾ സ്നേഹം വീണ്ടും കൈമാറും. എത്ര വഴക്കിട്ട് പിരിഞ്ഞാലും അതിശക്തമായിട്ട് വീണ്ടും ഒന്നു ചേരുന്നതാണ് 2 ഓഫ് കപ്പ് കേട്ടോ. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. 5 ഓഫ് കപ്പ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അത്രയും സെപ്പറേറ്റ് ആയിട്ട് അതീവ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു. ദുഃഖത്തിന്റെ അത്രയും ഒരു പ്രതീകമായിട്ട് ആ വ്യക്തി ദുഃഖിക്കുകയാണ്. എന്തോ നിങ്ങൾ തമ്മിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അത്രയും തനിച്ചിരുന്നിട്ട് ചെയ്തു പോയതിനെ ഓർത്ത് ദുഃഖിക്കുകയാണ്. നിങ്ങൾക്ക് ആ വ്യക്തി ഒരു സന്തോഷവും തന്നില്ല. അങ്ങനെയുള്ള കുറ്റബോധമാണ്. നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ട്, നിങ്ങൾ ഒരുപാട് ഇതിനു വേണ്ടി, ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു സ്നേഹവും തിരിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഓരോ പ്രശ്നങ്ങളും ഇഷ്യൂസും കൊണ്ട് നിങ്ങൾക്ക് വേണ്ട വാല്യൂ തന്നില്ല എന്നുള്ള കുറ്റബോധമാണ്. അപ്പം ആ വ്യക്തി അത്രയും ഇമോഷണലി വീക്കായിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ആ വ്യക്തി ഭയക്കുന്നുണ്ട്. അത്രയും ഉള്ളിൽ അത്രയും സ്നേഹം ഉണ്ടെങ്കിലും അതൊന്നും തരാൻ പറ്റിയിട്ടില്ല. നിങ്ങളെ ആ വ്യക്തിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇത്രയും ആഴത്തിൽ ആ വ്യക്തി ദുഃഖിക്കുന്നതിന്റെ കാരണം അതാണ്. നിങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല, മുഖം തരാൻ കഴിയുന്നില്ല. അതൊക്കെയാണ് വല്ലാത്തൊരു സ്നേഹവും എല്ലാം ആ വ്യക്തിക്ക് തോന്നുന്നുണ്ടെങ്കിലും ആ വ്യക്തിക്ക് അതൊന്നും നിങ്ങളെ മുന്നിൽ ഒരുപാട് സ്നേഹം തോന്നാണ് ഇപ്പം മാറി നിൽക്കുമ്പോൾ. അപ്പം നെക്സ്റ്റ് കാർഡ് മജീഷ്യനാണ്. നിങ്ങൾ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും ആ വ്യക്തി ചെയ്യുന്നുണ്ട്. എന്ത് മാജിക്ക് കാണിച്ചിട്ടാലും ആ വ്യക്തി അതിനു വേണ്ട പരിശ്രമത്തിലാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി. മജീഷ്യൻ എന്ന് പറഞ്ഞാൽ അതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി ആ വ്യക്തി എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. ആ വ്യക്തി എടുക്കും. ഇവിടെ നമുക്ക് ലാസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് കപ്പാണ്. ആ വ്യക്തി അതിനു വേണ്ട എല്ലാ പ്രയത്നങ്ങളും എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് കപ്പാണ്. ഏസ് ഓഫ് കപ്പിന്റെ സ്നേഹമാണ്. അത്രയും സ്നേഹമാണ്. വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു ആ വ്യക്തിക്ക്. വല്ലാത്തൊരു റൊമാൻസ് തോന്നുകയാണ്. നിങ്ങളെ ഒരു മാരേജ് മെറ്റീരിയൽ ആയിട്ടാണ് ആ വ്യക്തി കാണുന്നത്. നിങ്ങൾക്ക് ഇത് ഇപ്പൊ കാണാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ റീയൂണിയൻ തന്നെ സംഭവിക്കുന്നുണ്ട്. തമ്മിൽ കാണാനും സംസാരിക്കാനും ഈ ഓവർഫ്ലോയിങ് ആയി സ്നേഹം പകരാനും സാഹചര്യം വരുന്നുണ്ട്. അപ്പം ഇത്രയും ഓവർഫ്ലോയിങ് ആയ ഒരു സ്നേഹമാണ് ആ വ്യക്തിക്ക്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിചാരിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമെന്നാണ് കാണുന്നത്. അതിനുള്ള സാഹചര്യമെല്ലാം ഒരുങ്ങി വരുന്നുണ്ട്. ഒരുപാട് സ്നേഹം തോന്നുകയാണ് ആ വ്യക്തിക്ക്. ആ വ്യക്തിയുടെ സ്നേഹം എന്താണെന്ന് ആ വ്യക്തിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. വഴിഞ്ഞൊഴുകുകയാണ്. ഏസ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുകുക, സ്നേഹം നിയന്ത്രിക്കാൻ പറ്റാത്ത. അപ്പൊ നിങ്ങളൊരു വിചാരിക്കാതെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തി ഇനിയെല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളെ ആ വ്യക്തി വന്ന് കാണാൻ വരുന്നുണ്ടാവുക. അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. എന്തൊക്കെ പ്രശ്നം തരണം ചെയ്താലും നമ്മൾ ഒന്നു ചേരുന്ന ആ വ്യക്തി മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നമ്മളൊന്നും ചേരാതെ പറ്റില്ല.
അപ്പോൾ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാത്ത പിടിച്ചു വെച്ചിട്ടുള്ള അതെല്ലാം നിങ്ങളെ എത്രമാത്രം ആ സ്നേഹം മൊത്തം നിങ്ങൾക്ക് തരണം. നിങ്ങളെ അത്രയും വേദനിപ്പിച്ചു ഇതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് വില തരേണ്ടതായിരുന്നു അതൊന്നും തന്നിട്ടില്ല. അതാണ് അപ്പോൾ അതെല്ലാം മനസ്സിലായിട്ട് ആ വ്യക്തി അപ്പം ഇപ്പാണ് ആ വ്യക്തിക്ക് യഥാർത്ഥമായിട്ടും ആ വ്യക്തിക്ക് ഇത്രയും ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. അപ്പം ആ വ്യക്തിക്ക് എന്താണ് നിങ്ങളോടുള്ള ഓർമ്മകൾ ഒരു അഗ്നി പോലെ കത്തിജ്വലിക്കുകയാണ്. അതാണ് ഈ ഏസ് ഓഫ് കപ്പിന്റെ സ്നേഹം. നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക്. ഒരു അഗ്നി പോലെ തന്നെ കത്തിജ്വലിക്കുകയാണ്. ഇതൊരു ഫാമിലി ഒന്നും അംഗീകരിക്കാത്ത ഒരു ബന്ധമാവാം കേട്ടോ. ഈ റിലേഷൻഷിപ്പ് അങ്ങനെ ഫാമിലി അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ആ വ്യക്തി അത്രയും വേദന കടിച്ചു പിടിച്ചിട്ട് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. ചിലപ്പോൾ ആ വ്യക്തി ഇങ്ങനെ ഈ ഓവർഫ്ലോയിങ് ആയ സ്നേഹം വരുമ്പോൾ ആ വ്യക്തി ഒന്നും ചിന്തിക്കാതെ ആരെയും ഒന്നും നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാനെല്ലാം ആ വ്യക്തി ചില സമയത്ത് ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട്. അപ്പം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ് ആ വ്യക്തി കേട്ടോ. നെക്സ്റ്റ് കാർഡ് 2 സിറ്റുവേഷനാണ്. കണ്ടില്ലേ? എന്ത് തീരുമാനിക്കണം, എന്താണ് 2 സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ തേർഡ് പാർട്ടി ഡബിളെല്ലാം ഉണ്ട്, തേർഡ് പാർട്ടിയെല്ലാം ഉണ്ട്. അപ്പം തന്നെ എന്ത് വേണം, രണ്ടിനെയും മാനേജ് ചെയ്ത് പോകാൻ ആ വ്യക്തിക്ക് പറ്റുന്നില്ല. സ്ട്രഗിളാണ്. തേർഡ് പാർട്ടി ഉണ്ട്. അപ്പം ആ വ്യക്തി എന്ത് വന്നാലും ആ വ്യക്തി നിങ്ങളെ കണ്ടില്ല. എംപ്രസ്സാണ്, എംപ്രസ്സിനെയാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ അത്രയും വഴിഞ്ഞൊഴുകുന്ന സ്നേഹമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. ആ വ്യക്തിക്ക് ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഏസ് ഓഫ് കപ്പിന്റെ സ്നേഹം. അത്രയും പോസസീവാണ് ആ വ്യക്തി. വന്നത് എന്നൊക്കെ ചിന്തിച്ചത് ആ വ്യക്തിൻ്റെ ഐശ്വര്യവും ആ വ്യക്തിൻ്റെ യൂണിവേഴ്സ് കൊടുത്ത ഗിഫ്റ്റും ആ വ്യക്തിക്ക് എൻ്റെ ഹാർട്ട് ബീറ്റ് തന്നെ നീയാണെന്നാണ് ആ വ്യക്തി പറയുന്നത്. എക്സ്പ്രസ് അതൊന്നും തന്നിട്ടുമില്ല. അപ്പം ആ വ്യക്തി ജഗ്ലിങ്ങിൽ തേർഡ് പാർട്ടീനെ വലിച്ചാടിയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയും പോസസീവാണ് ആ വ്യക്തി ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്. ഒരുപാട് നെഗറ്റീവ് ചിന്തകളും ആ വ്യക്തിയെ വന്നിട്ട് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കൽ പോസസീവാണ്. ഇത്രയും പോസസീവാണെങ്കിൽ ആ വ്യക്തിക്ക് നെഗറ്റീവ് ചിന്തകൾ വന്ന് മൂടുന്നുണ്ട്. ആ വ്യക്തിക്ക് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത ഓവർ തിങ്കിങ് ചെയ്യാണ്. വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എങ്ങനെയാണ്, എന്താണ് ഉണ്ടാവുക എന്നൊക്കെ ചിന്തിച്ചിട്ട് ആ വ്യക്തിക്ക് ഭ്രാന്ത് പിടിക്കുന്നുമുണ്ട് കേട്ടോ. ഉറക്കമില്ലായ്മ. അപ്പം ഒരു പ്രാവശ്യം ആ വ്യക്തി വിചാരിക്കുന്ന ആരെയും ഒന്നും നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം. അപ്പോൾ യൂണിവേഴ്സിൽ തന്നെ സറണ്ടർ ചെയ്ത് നിൽക്കുകയാണ്. യൂണിവേഴ്സോട് തന്നെ ചോദിക്കുന്നു, ഇത്രയും പ്രശ്നത്തിൽ ഈ തീജ്വാല പോലത്തെ പ്രണയം എന്തിന് തന്നു എന്ന് ആ വ്യക്തി ചോദിക്കുകയാണ്. അത്രയും തീജ്വാല പോലത്തെ ഒരു പ്രണയമാണിത്. ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം എന്തുറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിലേക്ക് തന്നെ എത്താണ്. നെക്സ്റ്റ് കാർഡ് ക്യൂനോസോടാണ്. ക്യൂണാണ്. ആ വ്യക്തി എന്ത് സംഭവിച്ചാലും ആ വ്യക്തി അതിന് കർശനമായ തീരുമാനം, എന്തു വന്നാലും അതിന് തരണം ചെയ്തൊരു തീരുമാനം എടുക്കാനുള്ള പവറുണ്ട് ആ വ്യക്തിക്ക്. ക്യൂണാണ്. ക്യൂനോസോഡ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ആ വ്യക്തി അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ബുദ്ധിപരമായിട്ട് അതിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള കെൽപ്പുള്ള ഒരു ക്യൂണാണ്. ഇങ്ങനെ വരെ നിയന്ത്രിച്ച് നിർത്തുന്നത് ക്യൂണാണ്. അപ്പം നിങ്ങളെ സെപ്പറേറ്റ് ആക്കാൻ ശ്രമിച്ചവരെല്ലാം നിയന്ത്രിച്ച് നിർത്തി സത്യസന്ധമായിട്ട് നിങ്ങളിലേക്ക് ക്ലാരിറ്റിയെല്ലാം നഷ്ടമായതെല്ലാം വീണ്ടെടുത്ത് എല്ലാം ഒരു ആത്മപരിശോധനയോടുകൂടെ പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള വിൽ പവർ ഉള്ളതാണ് ക്യൂണ്. അപ്പം വഴിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഇതിന് നിങ്ങൾ തമ്മിൽ ഒന്നു ചേരുന്നതിന് തടസ്സം വരുന്നതിനെല്ലാം വെട്ടി മാറ്റി ആ വ്യക്തി ലക്ഷ്യത്തിലേക്ക് കുതിച്ചു വരികയാണ്. കണ്ടില്ലേ ആ വാള് പിടിച്ചിരിക്കുന്നത്? വഴിയിൽ തടസ്സം വരുന്നതിനെല്ലാം വെട്ടി മാറ്റുക തന്നെ ചെയ്യും തേർഡ് പാർട്ടീനെല്ലാം കേട്ടോ. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്.
വ്യക്തതയോടും ബുദ്ധി ഉപയോഗിച്ചിട്ട്. അതാണ് ക്യൂനോസോഡ്. ഇനി അങ്ങോട്ട് ലൈഫിൽ സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങളെ ഓർക്കുമ്പം ആ വ്യക്തി സന്തോഷമാണ്, അത്രയും സന്തോഷത്തിലാണ്. അതിന് കപ്പ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ആ വ്യക്തിയുടെ മുഖത്തൊരു ചിരി വരുന്നത് കണ്ടില്ലേ. ഇത്രയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ പോയി കഴിഞ്ഞാലും ആ വ്യക്തി നിങ്ങളെ ഓർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. എന്താണ്, എംബറസ് ആണ്. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷങ്ങളുടെ നിമിഷങ്ങളാണ് വരുന്നത് കേട്ടോ. തേർഡ് പാർട്ടീനെയെല്ലാം വെട്ടി മാറ്റിയിട്ട് ഈ തേർഡ് പാർട്ടീൻ്റെ വലയിൽപ്പെട്ടു പോയതാണ് ആ വ്യക്തിക്ക് പറ്റിയത്. എന്താണെന്ന് മനസ്സിലാവാത്ത തേർഡ് പാർട്ടി, ബ്ലാക്ക് മാജിക്കെല്ലാം ചെയ്യുന്ന തേർഡ് പാർട്ടിയാണ്. അപ്പം കൺകെട്ട് വിദ്യയെല്ലാം എന്താ പറയുക, ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എവിടെയാണ്, എന്താണ്, ഞാൻ തെറ്റിലാണോ ശരിയിലാണോ ഒന്നും മനസ്സിലാവാത്ത ആ വ്യക്തിയുടെ മൈൻഡിനെ തന്നെ എന്തോ ആക്കിക്കളഞ്ഞു. അതുകൊണ്ടാണ് പറ്റിയത്. അപ്പം ഇവിടെ ആ വ്യക്തി നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ 6 ഓഫ് സോഡാണ്. ഇപ്പോൾ ഉള്ള ആ തേർഡ് പാർട്ടിയിൽ നിന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാൻ ആ വ്യക്തി നിൽക്കണം എന്നാണ് ആ വ്യക്തിയുടെ തീരുമാനം. എന്നാലേ ആ വ്യക്തിക്ക് സമാധാനത്തോടെ ജീവിക്കാനെല്ലാം പറ്റുള്ളൂ. അതുകൊണ്ട് ആ വ്യക്തി അതിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഉള്ള ആ സാഹചര്യത്തിൽ നിന്നെല്ലാം മാറി നിങ്ങളെയും കൊണ്ട് മാറി താമസിക്കാനുള്ളതാണ് ആ വ്യക്തി. ആവശ്യമില്ലാത്ത ഭാരങ്ങളെല്ലാം ചുമന്ന് നടക്കുമായിരുന്നു, തേർഡ് പാർട്ടീനെയും ഫോർ പാർട്ടീനെയും എല്ലാം. അതിനെല്ലാം വിട്ടിട്ട് ആ വ്യക്തി ഭാരങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങളെയും കൊണ്ട് ഒരു നല്ലൊരു തീരത്തേക്ക് മാറി താമസിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ ഒരു തീരത്തേക്ക് മാറി താമസിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് വേൾഡ് കാർഡാണ്. ആ വ്യക്തി ഈ ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നിങ്ങൾക്കാണ് ആ വ്യക്തി ഏറ്റവും ഇമ്പോർട്ടൻ്റ് തരുന്നത്. ആ വ്യക്തിയെ ആ വ്യക്തിക്ക് ഒരു കംപ്ലീഷൻ പൂർണ്ണമാകുന്നത് നിങ്ങളെ കൂടെയാണ്. വേറെ ആരെ കൂടെ ആ വ്യക്തിക്ക് ഒരു പൂർണ്ണതയില്ല. ഇതുവരെയുള്ള പഴയ കാലഘട്ടത്തിൻ്റെ അവസാനമാണ്. ഒരു പുതിയ തുടക്കം, പുതിയ ലോകത്തേക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ തന്നെ ലോകം അറിയപ്പെടാൻ പോകുന്നു. ഏറ്റവും ആ വ്യക്തി നിങ്ങളെയും കൊണ്ട് ഈ ലോകം തേച്ചും ചുറ്റി കറങ്ങാൻ പോകുന്നു. ഒരു കുഞ്ഞെല്ലാം ജനിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടക്കാൻ സാധിക്കുന്ന കാണിക്കുന്നത്. ഇവിടെ 10 ഓഫ് കപ്പാണ്. ഇതുവരെ അനുഭവിച്ചതിനെല്ലാം 10 ഓഫ് കപ്പിലേക്ക്, അത്രയും ഒരു സക്സസ്സായ ഒരു ലൈഫിലേക്കാണ് ആ വ്യക്തി നിങ്ങളും ഒത്തിട്ട് അത്രയും ഒരു ഏറ്റവും ടോപ്പ്, ഒരുപാട് കഷ്ടപ്പാടിലൂടെയും കടന്ന് എല്ലാ കയ്പുനീരും കുടിച്ചതിന് ശേഷം, ജീവിത പോരാട്ടത്തിന് ശേഷം പരിപൂർണതയിലെത്തി സന്തോഷവും സമാധാനവും നിങ്ങളുടെ കണ്ണുനീര് യൂണിവേഴ്സ് കണ്ടിട്ടാണ് ആ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റിയിട്ട് നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയുമൊത്ത് തന്നെ സന്തോഷം പങ്കുവെക്കുന്നതാണ് 10 ഓഫ് കപ്പ് കേട്ടോ. ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം നീങ്ങിയിട്ട് ഇനി സന്തോഷത്തിന്റെ നാളുകളാണ്. ഇതുവരെ അനുഭവിച്ച എല്ലാ കഠിനമായ എല്ലാം അവസാനിക്കുന്നു. അത്രയും മനോഹരമായ നിമിഷത്തിലൂടെയാണ് ലൈഫ് ഇനി പോകുന്നതാണ്. ആത്മീയമായിട്ടുള്ള ഒരു ജീവിതമാണ്. അത്രയും ഒരു സോളുകളാണ് തമ്മിൽ കൂടിച്ചേർന്നിട്ട്, അതുകൊണ്ടാണ് ഈ 10 ഓഫ് കപ്പ് കിട്ടുന്നത് കേട്ടോ. അത്രയും ഒരു സന്തോഷകരമായ. നെക്സ്റ്റ് കാർഡ് ബോട്ടം കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ടാണ്. നിങ്ങളോട് വെരി ഇഷ്ടം തോന്നിയിട്ട് വരികയാണ് കേട്ടോ. ആ വ്യക്തി ആ കമ്മിറ്റ് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ വ്യക്തി പോവില്ല. അത്രയും അഭിമാനത്തോടു കൂടെ നിങ്ങളിലേക്ക് വരികയാണ്. പ്രോമിസ് തരാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. അത്രയും ഒരു ഉയർന്ന ഊർജ്ജത്തോടെ അത്രയും വേഗത്തിൽ വരികയാണ്. വളരെയധികം ഫാഷനേറ്റ് ആയിട്ടാണ് നിങ്ങളോട് ഒരു വല്ലാത്തൊരു അഭിനിവേശവും ഫാഷനേറ്റ് ആ വ്യക്തി വരികയാണ്. അത്രയും പവർഫുൾ ആയിട്ട്, അത്രയ്ക്ക് ആകർഷണം, സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കേണ്ടത്, അതിയായ സ്നേഹം തോന്നുമ്പോൾ എങ്ങനെയല്ലാണ് ഇത് പ്രകടിപ്പിക്കേണ്ടത്, അതാണ് ബോട്ടം കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു
ഒരു ക്ലാരിഫിക്കേഷൻ ഒരു കാർഡ് എടുക്കാം. നയൻ ഓഫ് കപ്പ്. അത്രയും സന്തോഷകരമായ ഒരു നിമിഷങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. നമുക്ക് 10 ഓഫ് കപ്പിലേക്കല്ലേ പോയത്. അപ്പം തന്നെ എന്താണ്, സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ചാരിയറ്റാണ്. ആ വ്യക്തി മുന്നോട്ടേക്ക് കുതിക്കാണ് നിങ്ങളിലേക്ക്. ആ വ്യക്തിനെ ഇനി അത് തടഞ്ഞു നിർത്താൻ ആർക്കൊണ്ടും കഴിയില്ല. അത്രയും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ ഒരു എന്താണ്, എല്ലാം എന്തുണ്ടെങ്കിലും തരണം ചെയ്ത് മുന്നോട്ടേക്ക് ആ വ്യക്തിയുടെ മനഃശക്തി കൊണ്ട് മുന്നോട്ടേക്ക് വരികയാണ് കേട്ടോ. അത്രയും മനഃശക്തി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു യെസ് ഓർ നോ എടുക്കാം. യെസ് ഓർ നോ. ഒരു കാര്യം നടക്കുമോ ഇല്ലയോ? ചാരിയറ്റ് വീണിട്ടുണ്ട്. ഇതന്നെ എടുക്കാം അല്ലേ? യെസ് ആണ് കേട്ടോ. തൃശ്ശൂണിയല്ലേ? നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങൾ ആഗ്രഹിച്ചത് നടക്കും എന്നാണ് പറയുന്നത്. ചാരിയറ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഏത് ഗോഡിന്റെ ബ്ലെസ്സിങ് ആണ് നോക്കിയാലോ? ഏത് ഗോഡിന്റെ ബ്ലെസ്സിങ് ആണ് ഇന്ന് നമുക്ക്? നമുക്ക് കിട്ടിയിരിക്കുന്നത് ആരെയാണ് നോക്കിയേ? മഹാവിഷ്ണു, മഹാലക്ഷ്മി മാതയും അല്ലേ? ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നോക്കിയേ, എന്താണ് സർവ്വ ഐശ്വര്യം. മഹാവിഷ്ണു മഹാലക്ഷ്മിയും പ്രസാദിച്ചു കഴിഞ്ഞാൽ ജീവിതം കളർഫുള്ളായി, പിന്നെ അങ്ങോട്ടൊന്നും ഇല്ല അല്ലേ? അപ്പം എന്താണ് പറയുന്നത്? ഇപ്പം നമുക്ക് ഇത്രയെല്ലാം പ്രശ്നങ്ങളിലൂടെ പോയെങ്കിലും 10 ഓഫ് കപ്പിലേക്കല്ലേ എത്തിയ? 10 ഓഫ് കപ്പിൽ എത്തണ്ടിക്കല് ആരനുഗ്രഹിക്കണം? ഈ 10 ഓഫ് കപ്പിൽ എത്തണ്ടിക്കല് മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയെ അനുഗ്രഹിക്കാതെ ഒരിക്കലും ഒരു വ്യക്തിയും 10 ഓഫ് കപ്പിൽ എത്തൂല കേട്ടോ. നമുക്ക് വർണ്ണാഭമായ എല്ലാ ഐശ്വര്യവും, നമുക്കിപ്പം ബാങ്ക് ബാലൻസ് എല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. ഭഗവാൻ ദേവിയും അനുഗ്രഹിച്ചില്ലേ, അതൊന്നും നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. നമുക്കൊരു എന്തിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാനും അത് നമുക്ക് ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കാനും അതൊരു മനസ്സമാധാനത്തോട്, ചിലവർക്കുണ്ട് എല്ലാം ഉണ്ട്, പക്ഷേ മൊത്തം ടെൻഷനായിരിക്കും. ഈ ടെൻഷൻ കൊണ്ട് അനുഭവിക്കാൻ കഴിയുമോ? ഒന്നാവില്ല. നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും തന്ന് ആ സംഭവം അനുഭവിച്ച് ലൈഫ് ലോങ് ജീവിക്കണമെങ്കിൽ ആരനുഗ്രഹിക്കണം? ഭഗവാനും ദേവിയും അനുഗ്രഹിക്കണം കേട്ടോ. അപ്പോൾ ഈ 10 ഓഫ് കപ്പ് ഭഗവാന്റെയും ദേവിയുടെയും അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ. അപ്പം എന്താണ് നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? എന്താണ്? യു ആർ മൈ ട്വിൻ ഫ്ലെയിം. നീ എൻ്റെ ട്വിൻ ഫ്ലെയിം ആണെന്നാണ് പറയുന്നത്. ഐ ആം ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ. ഞാനൊരു മെച്ചപ്പെട്ട വ്യക്തിയായി മാറുകയാണ്. ഞാൻ ആദ്യം മെച്ചപ്പെട്ട വ്യക്തി ആയിരുന്നില്ല, അതാണ് സത്യം അല്ലേ? ഐ കാൺ ടേക്ക് ഇറ്റ് എനി മോർ. എനിക്കിത് ഇനി സഹിക്കാൻ കഴിയില്ല. നീ ഇല്ലാതെ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. യു ആർ മൈ വേൾഡ്. എൻ്റെ ലോകം തന്നെ നീയാണ്. പിന്നെന്താണ്? എൻ്റെ ലോകം തന്നെ. വാണ്ട് ടു സ്പെൻഡ് മൈ ലൈഫ് വിത്ത് യു. എനിക്ക് എൻ്റെ ജീവിതം നിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്താൽ മതി, വേറെ ആരെ കൂടെ സ്പെൻഡ് ചെയ്യണ്ട. യു ആർ മൈ സോൾമേറ്റ്. ദിസ് ലവ് ഈസ് ക്രൈസി എന്ന് പറയുന്നത്. ഈ സ്നേഹം ഭ്രാന്താണെന്നാണ് പറയുന്നത്. ഐ ആം ഒബ്സസ്ഡ് വിത്ത് യു. എനിക്ക് നിന്നോടൊരു ഭ്രമമാണ്. ഐ വിഷ് ഐ കുഡ് ഷെയർ മൈ ഗുഡ് ന്യൂസ് വിത്ത് യു. എൻ്റെ ഒരു സന്തോഷ വാർത്ത നീയുമായി പങ്കുവെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ആ വ്യക്തി പറയാണ്. ഇനി കുറച്ച് ക്ലോസ് ആയിരിക്കെല്ലാം ഇത് റെസ്പോണ്ട് ആവുന്നത് എന്ന് നോക്കാനാണ് കേട്ടോ. ജനുവരി ആയില്ല. സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പോലീസ്, ജർമ്മനി, പെറ്റ് ലവ്, സെയിൽസ്മാൻ, ട്രൂ ലവ്, 1986, മെഡിക്കൽ ഫീൽഡ്, റൗണ്ട് ഫേസ്, യൂണിവേഴ്സ് ബ്ലെസ്സിങ്, മാർച്ച് പൂയം,
എറണാകുളം എൽ, വയനാട് സി, 4 year, ഇമോഷണൽ, ഫിറ്റ് ബോഡി, ഷാർജ, ചതയം ഗൾഫ്, സ്ലിം ബോഡി ലോങ് ഹെയർ, എച്ച് പാലക്കാട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.